വീഡിയോയിൽ വന്നത് ഇന്ന് 15 ഭയങ്കരമായ മനപ്രയാസമാണ്. നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് കത്തുകയാണ്. അവിടുത്തെ പിഞ്ചോമന മക്കളെ എല്ലാം അമേരിക്ക എന്ന് പറഞ്ഞ വേട്ടാവളിയെ ട്രംപ് കൊന്ന്, ഇസ്രായേലും ട്രംപും കൂടി കൊന്ന്. ഇവിടുത്തെ ഒരു വലിയ ഇറാഖിലൊരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. അരപ്പതിറ്റാണ്ട് കാലം കൊണ്ട് ഭരിക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ ദൂതനായ ഒരു അത്രയ്ക്ക് ഐശ്വര്യമുള്ള ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞ ട്രംപ്. അവരെ മൂത്ത മകളെ കൊന്നു, മകളെ പുഞ്ചോമനെ കുഞ്ഞിനെ കൊന്നു, മകനെ കൊന്നു, ചെറുമകനെയും ചെറുമകളെയും കൊന്നു, കുഞ്ഞിനെ. ഇപ്പം അമേരിക്ക ട്രംപും പിന്നെ ഇസ്രായേലും കൊന്നു. അമേരിക്ക എന്ന് പറഞ്ഞ പട്ടിയെ അള്ളാഹു അവനക്ക് എത്രയും പെട്ടെന്ന് കൊടിയ ബല കൊടുക്കും. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാമായി ജനിച്ച നമ്മൾ മുസ്ലിമാണ്, നമ്മൾ മരിക്കും. അള്ളാഹു നമ്മൾ എന്നായാലും നമുക്ക് നല്ലതും ചീത്ത ഈ ലോകത്ത് തന്നെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇറാനെന്ന് പറഞ്ഞാൽ മണ്ണിലും മലയാളികളും, നമ്മളെ മലയാളികളും അവിടുത്തെ മനുഷ്യനും അള്ളാഹുവിനെ വിളിക്കുന്നവരും. അൽഹംദുലില്ലാഹ്, റഹ്മാനായ റബ്ബേ, ഈ റംസാനിൽ ആർക്കും ഒരാപത്തും വയ്ക്കട്ടെ. എല്ലാ മലയാളികളെയും എല്ലാവരെയും ജോലിക്ക് പോകുന്നവരെ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന രക്ഷിതാവെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഗൾഫ് രാഷ്ട്രം കൊണ്ട് ജീവിച്ചവരാണ്. നമ്മളെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്. ഒരു മനുഷ്യന്, ഒരു മുസ്ലിം രാഷ്ട്രത്തിന് ഒരു മനുഷ്യന് സെയ്ദ് അലി ഖാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അരപ്പതിറ്റാണ്ട് കാലം കൊണ്ട് ഇറാൻ്റെ മേലധികാരിയായിരുന്നു. അദ്ദേഹത്തിനെ ഈ അമേരിക്ക വേട്ടാവളിയെ ട്രംപും പിന്നെ ഇസ്രായേലിൻ്റെ പന്ന ബെന്യാമിൻ എന്ന് പറഞ്ഞ കള്ളവൃത്തികെട്ടവനും എവിടെ പോയി ഇറങ്ങി ഇച്ചിരി ഇരിക്കാൻ ട്രംപും ഇസ്രായേലിൻ്റെ വൃത്തികെട്ടവനും എണ്ണം കെട്ടവനും കൂടി ഇറാഖിലെ നല്ലവരായ മുസ്ലിം എല്ലാ മനുഷ്യരേക്കും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ബാഗ് മാത്രം കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും കൊന്ന് ദ്രോഹിച്ച്. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ജീവിതത്തിൽ മരണം, ജനിച്ചാൽ മരിക്കും. നമ്മൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ കുടുംബത്തിനെയും കൊല്ലണം. ട്രംപിനെ കൊല്ലരുത്, ട്രംപിൻ്റെ കുടുംബത്തിനെ കൊല്ലണം. കൊല്ലുമ്പോൾ ട്രംപ് വേദനിക്കും. അവസാനമേ ട്രംപിനെ കൊല്ലാവുള്ളൂ. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ കുടുംബത്തിനെ കണ്ടുപിടിച്ച് അതിൽ ഒന്നിനെ രണ്ടിനെയെങ്കിലും നമ്മൾ കൊല്ലണം. അന്യരാജ്യ മനുഷ്യർക്കൊരാപത്തും വരാതെ അവരെ കൊല്ലാതെ. ഇവനെ കൊന്നു കഴിയുമ്പോൾ ഇവന്മാർ രണ്ടുപേരെയും വേദനിക്കും. അവനവൻ്റെ ബന്ധുമിത്രാദികൾ പോകുമ്പോൾ അവരവരുടെ ജീവനക്കാലം ഭയം അവരവരുടെ കുടുംബത്തിന് വരുമ്പോഴായിരിക്കും. നമ്മുടെ ഇറാഖിൽ നമ്മളെ ബഹുമാനപ്പെട്ട അരപ്പതിറ്റാണ്ട് കാലം ഭരിച്ച ബഹുമാനപ്പെട്ട സെയ്ദ് അലി ഖാൻ എന്ന് പറഞ്ഞ വലിയ ഒരു മനുഷ്യനാണ്. അള്ളാൻ്റെ റസൂലിനെ പോലെ എനിക്ക് അത്രയ്ക്കും അറിവുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ലവരാണ്. അദ്ദേഹത്തിനെ കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മോളെ കൊന്നു, ചെറുകുഞ്ഞിനെ കൊന്നു, മകനെ കൊന്നു, മരുമകനെ കൊന്നു. അവരെ വീട്ടിൽ കയറി പിടിച്ച് ജയിലിൽ കള്ളക്കേസിൽ കുടുക്കി. ഇത്രയും ദ്രോഹം ചെയ്തപ്പോൾ നമ്മൾ ട്രംപിനെ കൊല്ലണം. പേട്ട് തലയ്ക്ക് ഒരു ഒലക്ക കൊണ്ട് ഒരടി കൊടുത്താൽ അവൻ മന്നിച്ച് കിടന്നോളും. അവസാനം അവനെ കൊന്നാൽ മതി. അവൻ്റെ കുടുംബത്തിനെ, അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിനെ കൊല്ലണം. രണ്ടാമത് ഇസ്രായേൽ എന്ന നെതന്യാഹു എന്ന് പറഞ്ഞ ഹറാം പറഞ്ഞവനെ അവൻ്റെ കുടുംബത്തിനെ കൊല്ലണം, അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും. ആദ്യം കൊന്നതിന് ശേഷം അവനെ കൊല്ലാവൂ. കറക്റ്റായിട്ടും പകരം ചോദിക്കുക തന്നെ വേണം. അള്ളാൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് പറയുന്നത് സഹിയിട്ടിട്ടാണ് നിങ്ങൾ യവന്മാരെ കൊല്ലാം.